സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെയും കാര്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഒരു ദിവസം എന്തായാലും വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഒരു വീഡിയോ ഇടാൻ പറഞ്ഞാലാണ് ഇരിക്കുന്നത്. ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. അതെന്തെങ്കിലും ആവട്ടെ. അപ്പം നല്ലൊരു പ്രഭാതത്തിലോട്ടേക്ക് നമ്മൾ പോവാണ്. ആദ്യം നമുക്കൊരു ഗേൾഡ് ഹാറ്റ് കിട്ടി. ആ പെണ്ണുങ്ങൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. ആണ് നമ്മുടെ ബോയ്. പിന്നെ കുറേ ഡ്രസ്സ് ഉണ്ട്. ഇവൻ്റെ ഷൂ തന്നെ ഏകദേശം നല്ലതാണ്. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചൊന്നും പറ്റാണ്ട് നേരെ നമുക്ക് നമ്മുടെ ക്ലാസ് കോഡിലോട്ടേക്ക് വിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ക്ലാസ് കോഡിലോട്ടേക്ക് വിടുവാണ്. അപ്പോൾ നമുക്കിനി ക്ലാസ് കോഡ് എത്തിയിട്ട് വേണം. പറഞ്ഞെടുത്തില്ല, അതിന് മുമ്പായി. ഭാഗ്യം ഇപ്രാവശ്യം പരാഫലില്ല കേട്ടോ ഗൈസ്. പക്ഷെ ഇന്ന് സ്പെഷ്യൽ അതിഥിയുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഡെസേർട്ട് ടി വി. ഞാൻ കുറച്ച് വീഡിയോ ഇട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ മാത്രമേ ഡെസേർട്ടികൾ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള വീഡിയോയിലൊന്നും ഡെസേർട്ടികളും കാര്യം പറഞ്ഞാൽ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാണ് ഇപ്പോൾ എടുക്കാൻ നോക്കണം. ഒരു എനിമിനെ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഏതോ ഒരു എനിമി നമുക്ക് എല്ലാം ഒന്ന് വളങ്ങിട്ട് അടിച്ചിട്ടോ. ജവൻ ചത്തു തന്നെ. എന്തെങ്കിലും ആവട്ടെ. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസേർട്ടുകൾ എടുക്കാനുള്ള ഒരു അവസരം കിട്ടി. നമ്മൾ അത് മുതലാക്കി തന്നെ ഡെസേർട്ടുകൾ എടുത്തു. കുഴപ്പമില്ല, എനിമീസ് ഒരു റൗണ്ട് എടുക്കട്ടെ. അവർക്ക് അതൊക്കെ വേണം. അവരെന്നാലും പാവങ്ങളല്ലേ, പാവങ്ങൾ. ആദ്യത്തെ എന്നാ ഉണ്ടാപ്പായേ. ഞാൻ വിചാരിച്ചു അവിടെ ഏതൊരു എനിമി കിടക്കുവാന്ന്. ഒരു എനിമ നന്നായി. അവിടെ ഏതൊരു നമ്മുടെ ബോയിനെ അടിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ അവനെ അടിച്ചിടാൻ വേണ്ടി നമ്മൾ അവനെ ഡെസേർട്ടികളെടുത്ത് അടിച്ചൊന്നിട്ട്. എനിക്ക് ഏക്ക കിട്ടിയായിരുന്നോ ഗൈസ്? എനിക്ക് തന്നെ അറിഞ്ഞൂടൊന്ന് ഏക്ക കിട്ടിയ കാര്യം. അപ്പം ഞാൻ പൊട്ടത്തര കാണിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അമ്മാരവിടെ ലോ കണ്ണും പിടിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഡെസേർട്ടികളൊക്കെ കാര്യങ്ങൾ ഷൈൻ ചെയ്യുക. റോക്കറ്റ് ഷൈൻ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ പവർ യൂസ് ചെയ്യാം ഈ ക്യാരക്ടറിൻ്റെ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യില്ല, കാരണം ലാസ്റ്റ് നമുക്കത് ആവശ്യം വരും. ചെറിയ കേസ് അമ്മമാർ ഇവിടെ ഒക്കെ ഒളിച്ചും പാത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഒരുത്തണ്ടൊരടി ഒരുത്തണ്ടടിച്ചിട്ടുണ്ട്.
Double takedown. ഏതോ ഒരുത്തൻ ഈസ് അടിച്ച് അവനാണല്ലോ അടിച്ചത്. പക്ഷെ നമ്മൾ 300 ഷൂട്ട് കൊടുത്ത കേട്ടോ. അതിന് നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. മാക്സിമം നോക്കുന്നു. ഈതരം കണ്ണൊക്കെ മതി. AK-47 കുറേ ഫാൻസ് കാണുന്നതാണ്. ചില ബുക്കുകളിലൊക്കെ ഞാൻ വായിക്കുമ്പോൾ കേൾക്കാറുണ്ട് ഈസ്റ്റ് ഓർ വെസ്റ്റ് AK ഇസ് ദ ബെസ്റ്റ് എന്നൊക്കെ കേൾക്കാറുണ്ട് ചില ബുക്കുകളിൽ. തോക്കിൻ്റെ വരുമ്പോൾ ഇതൊന്നും ഒറ്റയില്ല. ഇപ്പൊ അവിടെ നിൽക്കുന്നു. അവനപ്പുറത്തെ പറമ്പിൽ ഞാൻ അടിക്കുന്നതിന് മുമ്പേ നമ്മുടെ എനിമീസ് അടിച്ചു. പക്ഷെ നമ്മളെ ഫ്രണ്ട്സ് ഒന്നും അടിച്ചു. എനിമീസിന് നമ്മള് 2 പ്രാവശ്യം കളിക്കും. അനന്തർ കാര്യം നമുക്ക് ഇന്ന് ഈ സാധനം ഇടണം. ഉറപ്പാണ് എനിക്കിത് ഇടണം. ഡെസേർട്ടികളാകെ ഇത്ര ഉള്ളൂ. എൻ്റെ പൊന്നെ, ഡെസേർട്ടികളാകെ ഇത്ര ഉള്ളോ? ഞാൻ ആദ്യം പഠിക്കാൻ നേരത്ത് കുറേ വീടുണ്ടാന്നല്ലോ. നിങ്ങളവിടെ നമുക്ക് ഇവിടെ നോക്കിക്കാം. സർപ്രൈസ് സർപ്രൈസ്. അവൻ നമ്മുടെ അടുത്തോട്ടേക്ക് വന്നാണ്. നമ്മൾ അല്ല പിന്നെ നമ്മളെ ഭൂമി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി കളിക്കുവാണ്. ചുമ്മാ ഒരു രസത്തിൽ ഇരിക്കട്ടെ. ഓക്കെ ഓക്കെ, നമ്മളിതിൽ കൂടെ പറന്ന് നടക്കും കേട്ടോ. കറക്റ്റ് 10 ആകുമ്പോഴത്തേനും നമ്മൾ പോകണം. അല്ല, ഞാനല്ലേ ടീം മെമ്പർ ആവണ്ടേ? എന്തെങ്കിലും ആവണ്ടേ? ഒരു ഗണ്ണ് എടുക്കണം. ഈ റൗണ്ടിൽ തോറ്റാലും പിന്നെ പ്രശ്നമില്ലല്ലോ. നല്ല ഗണ്ണും നിങ്ങൾ എടുക്കാം. എനിക്കറിയാം ഗൈസ്, നമ്മൾ മുമ്പത്തെ വീഡിയോ വന്നപ്പോൾ എനിമീസിൻ്റെ ടൈമിലാണ് നമ്മൾ ഇവിടെ നിന്നത്. ആഹാ, 108 വന്നു. ഓക്കെ, ഇനി നമുക്ക് എടുക്കാം. നമുക്ക് എടുക്കട്ടോ ഗൈസ്. അയ്യോ, ഞാൻ തെറ്റും. ഓ, നമ്മുടെ ടീം പൊളിയായിട്ട് അടിക്കുന്നുണ്ട്. അന്ന് പുള്ളിക്കാരൻ അടിയും എന്താ ഒക്കെ കിട്ടുന്നതാണ്. അവിടെ മോനെ പുറകില് അത് ഈ പൊട്ടണം ഒന്ന് പറഞ്ഞൂടെ ഒരു നന്നായി ഭാഗ്യം. അങ്ങനെ ഇപ്പൊ തന്നെ അവനെ അടിച്ചു. അവന്റെ പുറകിൽ ഞാൻ ഒരു എനിമീനെ കണ്ട.
എനിമിയാണോ അതെനിക്ക് തോന്നിയതാണ്. ഓക്കെ ഗൈസ്, ഇവിടെ സ്കൂന്ന് പറഞ്ഞ ഒരുത്തൻ പോവാണ്. ഈ കൊട്ട എന്ത് ചെയ്യണേ? എനിക്ക് തോന്നിയതുപോലെ തന്നെയാണ്. ഞാൻ പൊടിച്ചിട്ടുണ്ട്. പ്രശ്നമില്ല, കാര്യമായിട്ട് കാണുന്നില്ല. നമുക്ക് നമ്മുടെ ക്യാരക്ടറിന്റെ പവർ ഈ റൗണ്ടിൽ നമുക്ക് നോക്കാം, ചെയ്യാൻ പറ്റുമെന്ന്. ഏതോ ഒരുത്തന്നെ എനിക്കിട്ട് അടിച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങോട്ടൊക്കെ അടിച്ചത്തിന് ഒരുത്തന്നെ കില്ല് ചെയ്തു. അന്ത ഭയം നിർത്തുന്നോ? ചത്ത് 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 ചത്ത്. ചത്ത് ബ്രോ, ചത്ത് ചത്ത് ചത്ത്. യോ ചത്ത് ബ്രോ, ഹെൽപ്പ് മീ. എടേ എല്ലാം ചത്തോ, എല്ലാം ചത്തോടെ. ചത്തു. അമ്മ സ്കേർട്ട് അടിച്ചിട്ട് നന്നായിട്ട് അടിയായിരുന്നു. അതൊന്നും തന്നെ, വേറൊന്നുമല്ല, ചെറിയായിരുന്നു. പക്ഷെ നമ്മൾ സ്കേർട്ട് എടുക്കൂല. കാരണം എന്താ, അവന് കളിക്കാറില്ല കേട്ടാ. സത്യം പറഞ്ഞാൽ സ്കേർട്ടൊന്നും ഒന്നുമല്ല. ഇവൻ അതിനേക്കാളും മണ്ടൻ. ABC എടുത്തുകൊണ്ട് അടിക്കാൻ പോവുക. അതെങ്ങനെ യൂസ് ചെയ്യണ്ടെന്ന് അവൻ അറിയാവുന്ന ദൈവത്തിനറിയാം. നമ്മുടെ ഹെൽത്ത് കുറവാണെങ്കിൽ നമ്മളിന്ന് അടിക്കൂടി. എല്ലാത്തിനും ഡൗൺ ആക്കുക. ഇവിടെ ഇത് കിട്ടും. പിന്നെ ഈ ബുള്ളറ്റിന്റെ സ്പീഡ് പിന്നെ പറയേ വേണ്ട. പിന്നെ ഗണ്ണിന്റെ കുറവ്, പിന്നെ നമ്മുടെ കൈയുടെ പവർ. പല യൂട്യൂബേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഗണ്ണ് കൊണ്ട് വൺ ടാപ്പ് അടിക്കാൻ പാടാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അങ്ങനെ അടിക്കാൻ പറ്റൂല എന്നല്ല, അടിക്കാൻ പറ്റും. Double takedown. Haha.
അവനോട് നിൽക്കുന്നു. ഞാൻ നൈസിന് ആ ഭിത്തിയിൽ കയറിയതുകൊണ്ട് അവനെ തീർത്തും കളഞ്ഞു. That's what happens when you meet the business end of my fist. Like ഏതെങ്കിലും ഒരുത്തൊന്നും എടുക്കട്ടെ. നമ്മുടെ ടീമിന് പവർ കൂടിയാണ്. അതൊന്നാണ്, നമ്മൾ 3 ഈ റൗണ്ടിൽ യൂസ് ചെയ്യണം എൻ്റെ പവർ. പൊളി. പിന്നെ ഈ ക്യാരക്ടറിന് എന്തിനെടുത്തതെന്ന് നിങ്ങൾ ചോദിക്കും. കണ്ടോ First doom. 222 ബ്രോ Double takedown. ഹെൽപ്പ് മീ. എൻ്റെ പൊന്ന് പൊട്ടക്കണപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്യും. അവിടുന്ന് ഹെൽപ്പ് ചെയ്യാൻ മനസ്സില്ല പോലും. Triple takedown. അവൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ തോല് ഞാൻ എടുക്കും. എല്ലാ എനിമീസും ലാസ്റ്റ് പോകുന്ന സ്ഥലം. നമ്മുടെ ടീമിന് നമ്മൾ പറഞ്ഞു കൊടുത്തത്. ഓക്കെ ഗൈസ്, ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.